പ്രവിത, ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അടുത്ത 7 ദിവസത്തിനകം വരാൻ പോകുന്ന ഒളിമ്പിക്സ് ആണ്. ലോക കായിക മാമാങ്കം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒളിമ്പിക്സിൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ ടീം ഇന്ത്യ. വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഹോക്കിയിൽ ഇത്തവണ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടുമെന്ന് ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. പരിചയസമ്പത്തും യുവനിരയും ചേരുന്ന മികച്ച ടീമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ടോക്കിയോയിലെ മെഡൽ നേട്ടം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നും ഹർമൻപ്രീത് സിംഗ് 24-നോട് പറഞ്ഞു. നാലു പതിറ്റാണ്ടു നീണ്ട കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഹോക്കിയിലെ കഴിഞ്ഞ തവണത്തെ ഇന്ത്യയുടെ മെഡൽ നേട്ടം. ടോക്കിയോയിൽ നേടിയത് വെങ്കലമാണെങ്കിൽ പാരീസിൽ അത് സ്വർണമാക്കുമെന്ന് നായകൻ ഹർമൻപ്രീത് സിംഗ് പ്രതീക്ഷ പങ്കുവച്ചു. लास्ट टाइम भी जो फोकस था, जो एम था हमारा गोल्ड का ही था. बट आई थिंक जब भी हम मेजर टूर्नामेंट में कहीं जाते हैं तो एक गोल्ड का लेके जाते हैं कि अपना गोल्ड मेडल जीते वहाँ पे. एंड इस टाइम भी पूरी कोशिश करेंगे, अपना 100% देंगे कि जो कि हम गोल्ड मेडल जीते देश के लिए. പരിചയസമ്പത്തും യുവനിരയും ചേർന്ന മികച്ച ടീമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. हाँ, जो टीम आई थिंक सेलेक्ट हुई है ऑलमोस्ट जो हम एशियन गेम के लिए गए थे वो सेम टीम है. एंड उन सभी ने मेजर टूर्नामेंट्स खेले हुए हैं, सो दे नो हाउ टू हैंडल द प्रेशर एंड ऑल. बट कॉन्फिडेंट है एंड एक्सपेक्टेशन बहुत अच्छी है टीम से, स्ट्रॉन्ग है टीम हमारी. ശക്തരായ ബെൽജിയവും ഓസ്ട്രേലിയയും അടങ്ങുന്ന പൂൾ ബിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഈ മാസം 27-ന് ന്യൂസിലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. യെസ്, അപ്പൊ നമ്മുടെ ടീം ഇന്ത്യ വിജയിച്ചു വരട്ടെ. ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന നേരം. മാത്രമല്ല മറ്റിനങ്ങളിലും ഇന്ത്യ കൂടുതൽ മെഡലുകൾ നേടട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, കഴിഞ്ഞ തവണ 7 മെഡലായിരുന്നു, അതിന് മുമ്പത്തെ തവണ 2 മെഡലായിരുന്നു. അപ്പോൾ ഓരോ ഒളിമ്പിക്സിലും ആ മെഡൽ നേട്ടം കൂട്ടുന്നുണ്ട്. ഇത്തവണ അങ്ങനെ കൂടി വരട്ടെ. നമ്മുടെ കമന്റ്സിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞത് ജിതേഷ് കേസി പറയുന്ന കമന്റ് ആണ് ഞാൻ ആദ്യം വായിക്കുന്നത്. താങ്ക്സ് എന്ന് പറയുന്നു നമ്മളോട്. എന്തിനാണ്? അലോസര വാർത്ത കഴിഞ്ഞിട്ട് ശുഭവാർത്ത മതി എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞ എന്റെ സജഷൻ അംഗീകരിച്ച് ഇന്നത്തെ അവതരണത്തിൽ മാറ്റം വരുത്തൽ സന്തോഷം. കീപ് റോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രേക്ഷകർ പറയുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഷോ ആണ് അത്, അല്ലേ? അതെ, നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും അതുപോലെ തന്നെ നമുക്ക് വേണ്ട മാറ്റങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ ആ രീതിയിൽ വില കൽപ്പിക്കുന്നുണ്ട് എന്നറിയുക. അതോടൊപ്പം നിരവധി അവധി ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എവിടെയാണ് തൃശ്ശൂർ കളക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അവധിയൊന്നും ഇല്ലേ എന്ന് ഷാജി ചോദിക്കുന്നു. അങ്ങനെ എറണാകുളം നല്ല മഴയാണ്, കളക്ടറെ അവധി തരൂ സാന്ദ്ര പറയുന്നുണ്ട്. പിന്നെ കോഴിക്കോട് കളക്ടർക്ക് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് അവധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയാണത്. അത് 10 കൂടി വന്ന വാർത്തയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. രവികുമാർ PB ചോദിക്കുന്നു, ഞാൻ 24-ഉം ഫ്ലവേഴ്സും വിട്ട് വേറെ ചാനലിൽ പോവുകയാണ്, പ്രവൃത്തിക്ക് വല്ലതും പറയാനുണ്ടോ? അയ്യോ ചേട്ടാ പോവല്ലേ, അതാ പറയാനുള്ളത്. റീന സതീശൻ ചോദിക്കുന്നു, പ്രവിത ഈ ചാന്ദിപ്പുര മറ്റൊരു കൊറോണയാകുമോ? അതിനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷേ എന്നാലും ജാഗ്രത വേണം എന്നുള്ളതാണ്. അതെ. പിന്നെ വിൻസ് ചോദിക്കുന്നുണ്ട്, മിന്നലെ സിനിമയിലെ പാട്ട് വേണം വസീകര എന്ന് പറയുന്നു. പിന്നെ കോഴിക്കോട് ലീവാണോ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഇപ്പോൾ പ്രജനം പറഞ്ഞല്ലോ. പിന്നെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പോൾ പഴയ പോലെ സ്നേഹവുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ. തുടക്കം മുതലേ കമന്റ് നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. പ്രേക്ഷകരുടെ കമന്റ് ബോക്സിലേക്ക് അപ്പൊ കമന്റ് ബോക്സിലേക്കല്ലേ ഇപ്പൊ നോക്കിയിട്ട് വായിക്കണത്. റെജി ചോദിക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം കുട്ടികളെ? വെള്ളത്തിൽ ഉപേക്ഷിക്കണോ? ജില്ലാ കളക്ടറാണ് ഇതിന് ഉത്തരവാദി. ഇതുപോലെ മഴയത്ത് സ്കൂളിന് അവധി നൽകാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ലേ? ഏത് ജില്ലയുടെ കാര്യമാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ജില്ല ഇട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. കൂടുതലും നമ്മളെന്നും ഈ മഴക്കാലത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവധിയുണ്ടോ, നാളെ ഏത് ജില്ലയ്ക്കാണ് അവധി, നമ്മൾ പലതവണ പറഞ്ഞതാണ്. ടിക്കർ താഴെ കാണാം. ആ ടിക്കർ ഭാഗത്ത് കൃത്യമായിട്ട് അവധിയുള്ള ജില്ലകളെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി.